ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ കൃപയ്ക്ക് കുറച്ച് മാറ്റം വരുന്നുണ്ട്. കൺമണിയുടെ വാക്കുകളിലൂടെയും സാന്ത്വനങ്ങളിലൂടെയും തന്നെ അപമാനിച്ചവർക്കെതിരെ പോരാടാൻ അവൾ കൺമണിക്കൊപ്പം തന്നെ നിൽക്കുമെന്ന് വാക്കി കൊടുക്കുന്നുണ്ട്. കൃപ സ്റ്റേബിൾ ആയപ്പോൾ കൺമണിക്ക് സന്തോഷമാവുന്നു. അവൾ കൃപയ്ക്ക് നേരിട്ട് അതിക്രമത്തിന് തിരിച്ചടി കൊടുത്തിരിക്കുമെന്ന് തന്നെ ചിന്തിക്കുന്നുണ്ട്. അവൾ അങ്ങനെ മാനസയെ വിളിക്കുകയാണ്. തന്നെ കണ്ട് കാല് പിടിക്കാനാണ് അവൾ വിളിക്കുന്നതെന്നാണ് മാനസ വിചാരിക്കുന്നത്. പക്ഷേ അത് സൂപ്പർ കൺമണിയാണ് എന്നുള്ള കാര്യം മനസ്സ് പറയുന്നു. അവൾ ഒട്ടും കൂസാതെ തന്നെ മാനസയോട് നല്ല ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനിയും ആവശ്യമില്ലാതെ കുരച്ചു നടന്നാൽ കൺമണിക്ക് നിന്നെ കൈകാര്യം ചെയ്യാൻ അറിയാമെന്നും പറയുന്നു. ഇത് കേട്ട് മാനസയാണെങ്കിൽ ആകെ പതറിപ്പോവാണ്. പിന്നീട് മാനസ വരുണിനെ വിളിക്കുന്നു. തന്നെ കൊണ്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. ഇനി വരുണിനെ കൊണ്ടാവട്ടെ അടുത്ത പണിയെന്ന് വെച്ചാണ് അവൾ വിളിക്കുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് വരുൺ. പിന്നീട് ദേവജിയുടെ വീട്ടിൽ ഒരു കത്തി ഇരിക്കുന്നത് കണ്ട് കൃഷ് അതെടുത്ത് കയ്യിൽ പിടിച്ച് ഇങ്ങനെ നോക്കുകയാണ്. മാനസയെയും ജയമോഹനെയൊക്കെ തീർക്കാനുള്ള പക ആ കണ്ണുകളിലുണ്ട്. ഇത് കണ്ട് ദേവജി കൃഷിൻ്റെ നിന്ന് കത്തി പിടിച്ച് വാങ്ങി വെക്കുന്നുണ്ട്. എന്നിട്ട് കുറേ ഉപദേശിക്കുന്നുണ്ട് ദേവജി. പെണ്ണിൻ്റെ ചരിത്രം നമ്മളായിട്ട് ഉണ്ടാക്കേണ്ടതല്ലെന്നും പെണ്ണ് ചരിത്രം സ്വയം ഉണ്ടാക്കേണ്ടതാണെന്നും മറ്റും പറയുന്നു ദേവജി. പിന്നീട് കൃപയും കൺമണിയും റോഡിൽ കൂടെ സംസാരിച്ച് നടക്കുന്നുണ്ട്. പിന്നീട് എവിടെയോ വെച്ച് വരുണിന് കുറേ പിള്ളേരുടെ കയ്യിൽ നിന്നും നല്ല പൊട്ടിക്കലൊക്കെ കിട്ടുന്നുണ്ട്. ഓടിച്ചിട്ട് തല്ലുന്നുണ്ട് അവരയാളെ. ഇത് കണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായിയായിട്ട് നിൽക്കാനേ മാനസയ്ക്ക് കഴിയുന്നുള്ളൂ. ഇത് മിക്കവാറും കൺമണിയും കൃപയും കൂടി കൊടുത്ത പടിയാകാനേ വഴിയുള്ളൂ. ഒട്ടും പ്രതീക്ഷിക്കാതെ മാനസയ്ക്ക് കൃപ വന്നിട്ടും കൊടുക്കുന്നുണ്ട് ചെകിടിനിട്ട്. കൺമണി കൂടെ നടന്ന കൃപയ്ക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകാണ്, ധൈര്യവും നൽകുന്നു.